ഞങ്ങൾ ഈ മൂന്നാളും കൂടിയിട്ട് രാത്രി കുറ്റിയും പറിച്ച് പോകുന്നത് വേറെ എങ്ങോട്ടല്ല മകളെ, നമ്മുടെ ദിലീപേട്ടൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപേട്ടൻ്റെ ഗംഭീര തിരിച്ചുവരവാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും എൻ്റെ പഴയ ബൈക്കിലേക്കൊന്ന് തിരിച്ചു വന്നേക്കാം കേട്ടോ, ഓലയ്ക്കൊന്ന് റെസ്റ്റ് കൊടുക്കാനായിട്ട്. പൊതുവേ ഒരു സ്ഥലങ്ങളിൽ നേരം വൈകി പോകണ സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ പടം തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ ഞാൻ അവിടെ ഹാജർ വെച്ചിരുന്നു. ശിവദം സിനിമാസാണ് ഞാൻ ഇപ്രാവശ്യം സിനിമ കാണാനായിട്ട് തിരഞ്ഞെടുത്തത്. വൈഫ് ഹൗസിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് തന്നെ പോകാൻ നേരിച്ചത് കേട്ടോ. അരമണിക്കൂർ മുമ്പ് വന്നുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സമയം വെറുതെ കളയാളുകൊണ്ട് വേഗം QR സ്കാൻ ചെയ്ത് സോഫയിൽ സ്ഥലം പിടിച്ചു. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല, ഇങ്ങനെ വെറുതെ ഈ മാഗസീൻസ് മറിച്ച് നോക്കുക എന്നുള്ളത് പണ്ടോട്ടുള്ള എൻ്റെ ഹോബിയാണ്. ഇതെന്താ ആരും നമ്മുടെ മൈൻഡ് ചെയ്യാത്ത എന്നുള്ള രീതിയിൽ ക്യാൻറ്റീനിലെ പിള്ളേർ ആരും വരാത്തതുകൊണ്ട് അവർക്ക് ഉറക്കം വരുന്നെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഈ വീടിങ്ങനെ ഉറക്കൊന്നും വരുന്നില്ല. കണ്ടിടത്തോളം നല്ല കിട്ടിലൻ ആംബിയൻസും നല്ല കിട്ടിലൻ ഇൻറ്റീരിയർ വർക്കുമാണ് ശിവദം മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൈലബിൾ ആയിട്ടുള്ളത് 3 സ്ക്രീൻസാണ്. 3 സ്ക്രീൻസും ഡോൾബി അറ്റ്മോസിലാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോർഡും വെച്ചിട്ടുണ്ട്. ക്യാൻറ്റീനിൽ നിൽക്കുന്ന പിള്ളേരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ 2 ചായ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായ കപ്പ് കയ്യിലെടുത്തിട്ട് അപ്പൂസിനെ നോക്കിയപ്പോൾ അപ്പൂസ് ഇതാ സ്റ്റൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന 2 മാമന്മാരെ വളച്ചെടുത്ത് അവിടെ ഫ്രീസ് ആൻഡ് റിലീസ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. എന്തൊട്ടുള്ള സെറ്റപ്പ്. ജസ്റ്റ് ഗ്യാപ്പിൽ കിട്ടുന്ന ഇത്ര വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഞങ്ങൾ പണ്ടേ ശ്രമിക്കാറുണ്ട്. അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഈ കുട്ടികളുടെ ആവശ്യം കാണുമ്പോഴാണ് പണ്ട് ടിക്കറ്റ് എടുത്തിട്ട് സീറ്റ് പിടിക്കാനുള്ള ഒരു ഓട്ടത്തിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. ഇന്നത്തെ പിള്ളേർക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവും എന്തോ. പടത്തിൻ്റെ ടൈറ്റിലിന് മുമ്പ് കാണിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ വന്നതെന്ന് മനസ്സിലാവണില്ല. 90s കിഡ്സിൻ്റെ ഒരു വർണ്ണ പട്ടം തന്നെയാണ് ഇങ്ങേര്. പടം ഞങ്ങൾക്ക് 3 പേർക്കും നല്ല അടിപൊളിയായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾ പടം കണ്ട് തന്നെ വിലയിരുത്തുക. അത്യാവശ്യം ഹൗസ്ഫുള്ളാണ് എല്ലാ ഷോസും. എത്രയും പെട്ടെന്ന് തന്നെ പോയി പടം കാണാം. പടം കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ പോകാൻ തന്നെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നിനല്ല, ചായ കുടിക്കാൻ പോകാനാണ്. വേറെ മാർഗ്ഗമില്ലല്ലോ. ഒരു 1-2 കിലോമീറ്റർ വട്ടം ചുറ്റിയിട്ടാണ് ഞങ്ങൾക്ക് വൈബ് കണക്റ്റ് ആവുന്ന ഒരു കട ഞങ്ങൾ തപ്പിപ്പിടിച്ചെന്നുള്ളതാണ്. രോഹിണി ഹോസ്പിറ്റലിൻ്റെ സമീപത്തുള്ള ഈ കട രാത്രി 11 മണി 12 മണിയായിട്ടും അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ചേഴ്സ് അടിക്കാൻ 2 ചായയും അപ്പൂസിനൊരു ഗെയിമും ഓഫർ ചെയ്ത് സൈഡാക്കിയിട്ട് കുടിച്ച ചായയ്ക്കും കിട്ടിയ വൈബിനും നന്ദി പറഞ്ഞ് ഞങ്ങൾ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ടാറ്റ ബൈ ബൈ, സീ യു.